ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഡംപ്ലിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡംപ്ലിംഗ് ഷീറ്റ് തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഉണ്ടാക്കണോ അത്ര അളവിൽ പൊടിയെടുക്കാം കേട്ടോ. അത്ര പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നമ്മൊന്ന് മാവ് കുഴയ്ക്കാനുണ്ട്. കുഴച്ച് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതായത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം, ഒരു അരമണിക്കൂറോളം. അപ്പോൾ മാവ് ഒന്ന് സോഫ്റ്റായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഡംപ്ലിങ്ങിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 5 പീസ് വെളുത്തുള്ളി നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ഒനിയൻ കുറച്ച് അധികം തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒരു 2 വലിയ സവാള നല്ലതുപോലെ ചെറുതാക്കി ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ചെറുതാക്കി ക്യൂബ്സാക്കി അരിഞ്ഞതാണ്. അപ്പോൾ പൊട്ടാറ്റോ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ പൊട്ടാറ്റോ ഇഷ്ടമായതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫില്ലിങ്ങിന് കുറച്ചൊന്ന് തിക്നെസ്സും കൂടി കിട്ടും പൊട്ടാറ്റോ ചേർക്കുമ്പോൾ. അപ്പോൾ പൊട്ടാറ്റോയും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ വാട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ബാലൻസ് ചെയ്യാം. അപ്പോൾ മുളക് പൊടി ചേർക്കാത്തവർക്ക് ഇപ്പോഴേ തന്നെ ഒരു എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് മാത്രം ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആവശ്യത്തിന് 1 സ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ അളവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് വാട്ടിയെടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ പോയി വരുമ്പോൾ നമുക്കതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എഗ്ഗ് ആദ്യം തന്നെ ആ നടുവിലെ പോർഷനിൽ മാത്രം ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചാൽ മതി. അത് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നടുവിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പാക്കറ്റ് മാഗി മസാല നിങ്ങളുടെ അളവിനനുസരിച്ച് 2 പാക്കറ്റ് എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്ത് അതും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ മാഗി മസാല ചേർത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായിരിക്കും ഇനി അടുത്തത് ചേർക്കാൻ പോണേന്ന്. പിന്നെ നമുക്ക് അടുത്തത് വേവിച്ച് വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നൂഡിൽസ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നൂഡിൽസ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ കവർ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ നൂല് പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നൂല് പോലെ നമുക്ക് കഴിക്കണ ആ ഒരു രൂപത്തിൽ വേണ്ട, കുറച്ചിങ്ങനെ പൊടിഞ്ഞൊരു രൂപത്തിലാണ് വേണ്ടത്. അപ്പോഴാണല്ലോ ഫില്ലിങ്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ നല്ല സുഖത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൊടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ച് കൊടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഒന്നും കൂടി എടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ബോൾസ് ഉരുട്ടിയെടുക്കില്ലേ, അതേപോലെ തന്നെ ചെറിയ ബോൾസായിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മൊത്തം മാവും ഇതുപോലെ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാതും നല്ല ചെറിയ ബോൾസായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ പരത്തണ പോലെ നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്നതിന് മുന്നേ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ പരത്തുന്ന ഷീറ്റിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും.
അതിനുശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ പരത്തുന്നത് അത് മോഡൽ തന്നെ പരത്തി കൊടുത്താൽ മതി. പക്ഷേ ഒട്ടും വലിപ്പം പാടില്ല. കുഞ്ഞി നമുക്ക് കുട്ടിപ്പപ്പടമൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു കുട്ടിപ്പപ്പടത്തിൻ്റെ അത്രയുള്ള സൈസിലായിട്ട് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. പിന്നെ അധികം അങ്ങോട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല. കാരണം അരികെ നമ്മൾ മടക്കി ഒരു ഞെറി പോലെ റെഡിയാക്കണോണ്ട് ഒരുപാട് അങ്ങോട്ട് വട്ടം നല്ല വൃത്തിക്ക് വരണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും പരത്തി കുഞ്ഞി റൗണ്ട്സിൽ പരത്തിയെടുക്കാം. അപ്പോൾ ചെറിയതായിട്ട് ഒരു തിക്നെസ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ്സ് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിന് ശേഷം ഇത് സ്റ്റീം ചെയ്തെടുക്കണതാണല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്സ് കുറച്ചങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ തിക്നെസ്സിൽ നമുക്ക് ഫുള്ള് പരത്തിയെടുക്കാം. ഇതായിപ്പോൾ ഞാൻ എല്ലാ ഷീറ്റ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കപ്പ് പൊടിയിൽ നിന്ന് എനിക്ക് ഏകദേശം 12-13 ഷീറ്റ്സോളം കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് പൊടി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ ഷീറ്റ്സിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെ ആ ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ നൂഡിൽസിൻ്റെ ഫില്ലിങ് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കുമല്ലേ കാണുന്നുണ്ടാവുക, എനിക്കറിയില്ല. ഇതെന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ ഇഷ്ടമായിട്ടുണ്ടായി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ്, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഷീറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ചെയ്യണ പോലത്തെ രീതിയിൽ ഒന്ന് ജസ്റ്റ് വെള്ളം സൈഡിലൊന്ന് വെള്ളം തൊടാം, അതൊന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പതുക്കെ കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഞെറിഞ്ഞു കൊടുത്തിട്ട് രണ്ടറ്റം ഒന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഡംപ്ലിങ്ങിൻ്റെ പല മോഡൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റിയ പാറ്റേൺസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പാറ്റേണാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഈ ഒരു പാറ്റേൺ വളരെ സിമ്പിളാണ്. നടുക്ക് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ തമ്പ് വെച്ചിട്ട് പതുക്കെ ഒരു കുഞ്ഞി ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ചെറിയ ഞെറികൾ പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും നമുക്കറിയണ പോലെ രീതിയിൽ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കുറച്ച് ബാക്കിയുള്ളോടും ഒന്ന് പിരിച്ചു കൊടുക്കാം. അത് ഫില്ലിങ്സ് പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ആവി കയറ്റണ പാത്രത്തിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് മാക്സിമം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡംപ്ലിങ്സ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം, സ്റ്റീം ചെയ്ത ഡംപ്ലിംഗ് ആയിട്ട്. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ബാക്കി സ്റ്റീം ചെയ്തുമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുക ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ ആവിപാത്രത്തിൽ നിന്ന് എടുക്കുക, നേരെ നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അത്രമാത്രം. അപ്പോൾ ഉള്ളിലെ ഫില്ലിങ്സൊക്കെ ഓൾറെഡി വെന്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാവ്, അതായത് പുറത്ത് ആ കോട്ടിങ്ങും വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ലപോലെ ഹൈയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അല്ലാതെ സ്ലോ ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കായിട്ടുള്ള നൂഡിൽസ് ഡംപ്ലിങ്ങിൻ്റെ റെസിപ്പി. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് എൻ്റെ ചാനൽ ടേസ്റ്റി കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.